أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടയാകരുത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അവൻ ഒരൊറ്റ ആത്മാവിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. വഖലഖ മിൻഹാ സൗജഹാ, അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും അവൻ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, ഏതൊരു അല്ലാഹുവിന്റെ പേരിലാണോ നിങ്ങൾ പരസ്പരം സഹായം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഒരു അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വലർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും ശരിയായ വാക്ക് പറയണം. യുസ്ലിഹ് ലക്കും അഅമാലക്കും, എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നിങ്ങൾക്ക് നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അവൻ നിങ്ങൾക്ക് പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ ഫഖദ് ഫാസ ഫൗസൻ അളീമ, ഏറ്റവും മഹത്തായ വിജയമാണ് അവൻ നേടിയിട്ടുള്ളത്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്, ഏറ്റവും നല്ല വർത്തമാനം അല്ലാഹുവിന്റെ കലാമായ കിതാബായ ഖുർആനാണ്. വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗ്ഗദർശനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മാർഗ്ഗദർശനമാണ്. വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഷർറായിട്ടുള്ളത് ആ പ്രവാചകനും സഹാബത്തിനും ശേഷം മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ ഉണ്ടാക്കപ്പെട്ട എല്ലാ പുതുനിർമ്മിതികളും അത് അനാചാരമാണ്, ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ വലാല, എല്ലാ ബിദ്അത്തുകളും അത് വഴികേടാണ്. വകുല്ല വലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും അത് നരകത്തിലേക്കാണ്. എത്രയും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈമാനോടുകൂടെ മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിച്ചത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകുമാറാകട്ടെ. ദുൽഹജ്ജ് കടന്ന് വരാനിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ കേട്ട ഒരു ദിക്റായിരിക്കാം, ഏറ്റവും കൂടുതൽ തവണ ഉച്ചരിച്ച ഒരു കലിമത്തായിരിക്കാം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നുള്ളത്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് ഒരുപാട് തവണ ഒരുപക്ഷെ ജനിക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ നമ്മുടെ കാരണവന്മാരാരെങ്കിലും ഒരു തക്ബീർ ഉച്ചരിച്ചുകൊണ്ട്, അതായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ആദ്യമായി കേട്ട നല്ലൊരു കലിമ. ഇനി നമ്മൾ മരണപ്പെട്ട് നമ്മളെ മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് 4 തവണ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നമ്മളെ ഇവിടെ ഇന്ന് മയ്യത്ത് നമസ്കാരത്തോടുകൂടി യാത്രയാക്കുമ്പോഴും അവിടെയും മുഴങ്ങി കേൾക്കുന്ന ഒരു തക്ബീറാണ് അല്ലാഹു അക്ബർ.
സഹോദരങ്ങളെ, എത്രയോ തവണ അല്ലാഹു അക്ബർ കേട്ടു, ഉച്ചരിച്ചു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച, ഈ കോടാനകോടി സൃഷ്ടിജാലങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അർശിന്റെ ഉടമസ്ഥനായ മലിക്കുൽ ജബ്ബാറായ ഹയ്യുൽ ഖയ്യൂമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്വം ജീവിതത്തിൽ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും അതിന്റെ തണലിൽ ജീവിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഈ വിശ്വാസം കൊണ്ട് നമ്മൾ എന്താണ് സഹോദരങ്ങളെ നേടിയിട്ടുള്ളത്? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു ഏറ്റവും വലിയവനാണ്. നിങ്ങൾക്കറിയുന്നതും അറിയാത്തതുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ മേലെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹാത്മ്യം എന്നത് ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിനെ അറിയുന്നതിലൂടെ, അല്ലാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും അറിയുന്നതിലൂടെയാണ് അല്ലാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മഹത്വത്തെ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഗാംഭീര്യം, അല്ലാഹുവിന്റെ മഹത്വം അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം വിനയപ്പെടുക, അല്ലാഹുവിലേക്ക് മടങ്ങുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാം റബ്ബിന്റെ അടിമകളാണ്. അല്ലാഹു ഏതൊരു കാര്യം എടുത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ ഏതൊരു സിഫത്ത് എടുത്ത് പരിശോധിച്ചാലും, അത് കാരുണ്യമാകട്ടെ, മഗ്ഫിറത്താകട്ടെ, അല്ലാഹുവിന്റെ ഗാംഭീര്യമാകട്ടെ, അധികാരമാകട്ടെ, എല്ലാത്തിലും അല്ലാഹു ഏറ്റവും മികച്ചു നിൽക്കുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ നിസ്സാരക്കാരാണ്. അല്ലെ, തലച്ചോറില് ഏതെങ്കിലും ഒരു ചെറിയ രക്തക്കുഴലില് ചെറിയൊരു ബ്ലോക്ക് വന്നാൽ സംസാരശേഷി നഷ്ടപ്പെട്ട്, ഓർമ്മ നഷ്ടപ്പെട്ട്, മനുഷ്യന്റെ എല്ലാവിധ ഗുണവിശേഷണങ്ങളും നഷ്ടപ്പെട്ട് നമ്മൾ മൃഗത്തെക്കാൾ അധപ്പതിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കഴിവുകളുമെല്ലാം നശിക്കുന്ന ഒരവസ്ഥ നമ്മൾ എത്രയോ ആളുകൾക്ക് കണ്ടതാണ്. അപ്പൊ ഇത്ര നിസ്സാരമാണ് ഓരോ അസുഖങ്ങളും ഓരോ പ്രയാസങ്ങളിലും നമ്മളെ സഹജീവികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ കാണുമ്പോൾ നമ്മൾ എത്ര നിസ്സാരക്കാരാണ് എന്ന് പല നമ്മൾക്ക് ബോധ്യപ്പെട്ടതാണ്. എന്നിട്ടും സഹോദരങ്ങളെ, ആ റബ്ബിന്റെ മുമ്പിലേക്ക് ഒന്ന് ഖേദിച്ച് വിനയാന്വിതനായി മടങ്ങാനും ആ അല്ലാഹുവിലേക്ക് പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാനും നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസിക നിലവാരത്തിലേക്ക് നമ്മൾക്ക് ഈ അറിവും അനുഭവങ്ങളും എല്ലാം നമ്മളെ എന്തുകൊണ്ട് എത്തിക്കുന്നില്ല എന്നത് വലിയൊരു അത്ഭുതമായി നിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഈ കലിമയെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങൾ. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണെന്ന് പറയുമ്പോൾ അത് ഓരോ പ്രാവശ്യം നമ്മൾ ഉച്ചരിക്കുമ്പോഴും ആ അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഓരോ കലിമത്ത് ഉച്ചരിക്കുമ്പോഴും, ഓരോ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴും അത് അല്ലാഹുവുമായിട്ടുള്ള ബന്ധം കൂടുതൽ സുദൃഢമാകുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ഈമാൻ അത് വീണ്ടും പുതുക്കപ്പെടുകയാണ്. ഓരോ തക്ബീറിലൂടെയും നമ്മുടെ ഈമാൻ വർദ്ധിക്കും, നമ്മുടെ ഈമാൻ പുതുക്കപ്പെടും. അല്ലാഹുവിനോട് നമ്മുടെ ബന്ധം ശക്തിപ്പെടും. നമ്മൾ കൂടുതൽ ഞാനൊന്നുമല്ല, നമ്മൾ എന്തൊക്കെയാണ് എന്ന് ഓരോരുത്തർക്കും തോന്നുന്നുണ്ടാവില്ലേ, നമ്മൾ വലിയൊരു സംഭവമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. സഹോദരങ്ങളെ, നമ്മളൊന്നുമല്ല, നമ്മൾ എത്രയോ നിസ്സാരക്കാരാണ് എന്ന ഒരു ബോധം കൂടി ഓരോ തക്ബീറും നമുക്ക് നൽകേണ്ടതുണ്ട്. നിങ്ങൾ നോക്കി, അല്ലാഹു അക്ബർ എന്ന് എത്രയോ തവണ ഇപ്പൊ നമസ്കാരത്തിൽ നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് തുടങ്ങുന്ന സന്ദർഭത്തിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ എന്ന സൂറത്തിൽ തന്നെ കാണാം, വറബ്ബക ഫകബ്ബിർ. തക്ബീർ അല്ലാഹുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോട് ആ ദഅവത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു കൽപ്പിച്ചൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഖുർആൻ വകബ്ബിർഹു തക്ബീറ, അല്ലാഹുവിന്റെ മഹാത്മ്യം അത് പുകഴ്ത്താൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരൻ, എത്രയോ നമ്മൾ ഓരോ നമസ്കാരത്തിലും എല്ലാം ഈ അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളൊക്കെ നമുക്ക് വലുത് അല്ലാഹുവാണ് എന്നുള്ള ഒരു ബോധം
അല്ലെങ്കിൽ ആ ഒരു വികാരം നമുക്ക് തക്ബീർ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പ്രിയപ്പെട്ടതായിട്ട് നമ്മുടെ വീടാകട്ടെ, മക്കളാകട്ടെ, സന്താനങ്ങളാകട്ടെ, ഭാര്യയാകട്ടെ, നമുക്ക് ജീവിതത്തിൽ നമ്മൾ വില കൽപ്പിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകുന്ന അത് ചില കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അതിനേക്കാളൊക്കെ പ്രിയപ്പെട്ടതാണ്, എനിക്ക് വലുതാണ് എൻ്റെ റബ്ബ് എന്നതാണ്. ആ ഒരു നിലപാടാണ് അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ പ്രഖ്യാപിക്കുന്നത്. അത് കേവലം നാവ് കൊണ്ട് മാത്രം ഉച്ചരിക്കുകയാണോ? അതല്ല, ഹൃദയത്തിൽ അല്ലാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റെന്തിനേക്കാളും എനിക്ക് എൻ്റെ റബ്ബാണ് വലുത്, എൻ്റെ റബ്ബിന്റെ ഇഷ്ടങ്ങളാണ് എന്റെ ഇഷ്ടങ്ങളെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത്, മറ്റാരുടെ ഇഷ്ടങ്ങളെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ റബ്ബിന്റെ ഇഷ്ടമാണ് എന്ന ഒരു നിലപാട് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും, അത് എളുപ്പമുള്ള സന്ദർഭങ്ങളിലും സുഖമുള്ള സന്ദർഭങ്ങളിലും പ്രയാസത്തിന്റെ സന്ദർഭങ്ങളിലുമെല്ലാം ആ ഒരു നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ ഉച്ചരിച്ച തക്ബീറിനോട് നമ്മൾ നീതി പുലർത്തുന്നുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ അത് കേവലം നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ഒരു വാക്കായി അതവിടെ അതപ്പതിച്ചു പോകും. അത് ഒരു നിലപാടാണ്, ജീവിതത്തിലെ ഒരു നിലപാടാണ് തക്ബീറിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചത്. അത് നിരന്തരം നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു തക്ബീർ കേൾക്കുമ്പോഴും അത് ഉച്ചരിക്കുമ്പോഴും അള്ളാഹുവിനെ കുറിച്ച് അറിയാനും, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പറയുമ്പോൾ അള്ളാഹു മാത്രമാണ്, അള്ളാഹു ഏകനാണ്, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ, അവനല്ലാതെ മറ്റാരും ആരാധനക്കർഹനല്ല എന്ന തൗഹീദിന്റെ ഏറ്റവും പ്രോജ്വലമായ ഒരു ഉച്ചാരണമാണ് അല്ലാഹു അക്ബറിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബോധം അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആ വാക്കിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കണം. അങ്ങനെയാകുമ്പോൾ സഹോദരങ്ങളെ, ആ ഒരു നിലപാടിൽ ആത്മാർത്ഥതയോടെ ആ ഒരു പദം ഉച്ചരിക്കാനും ആ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ യാത്ര ഇവിടെ വെച്ചപ്പോൾ എങ്ങനെ അവസാനിപ്പിക്കുമ്പോഴും അത് റബ്ബിന്റെ തൃപ്തിയോടും പൊരുത്തത്തോടും കൂടി അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്കൂള് തുറക്കാൻ പോവുകയാണ്. എല്ലാ വർഷവും സ്കൂളുകൾ തുറക്കാറുണ്ട്. നമ്മളെ കുഞ്ഞുമക്കൾ പുതിയ ഡ്രസ്സുകളും പുതിയ പുസ്തകങ്ങളുമായി സ്കൂളിലേക്ക് പോകുന്നു. കുട്ടികളുടെ ഭൗതികപരമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ വളരെയധികം ചിന്തിക്കുകയും ഏറ്റവും നല്ല സ്കൂളിൽ കുട്ടികൾക്ക് ഏറ്റവും നന്നായി പരീക്ഷകളിൽ മാർക്ക് കിട്ടുന്ന നിലവാരമുള്ള സ്കൂളുകളിൽ ചേർത്താൻ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അല്ലേ? എൻ്റെ കുട്ടി ഇംഗ്ലീഷ് പറയണം, ഇംഗ്ലീഷ് സംസാരിക്കണം, നല്ല ആക്സെന്റ് വേണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നല്ല സ്ഥാപനങ്ങളിലൊക്കെ ചേർക്കുന്നു. എന്നാൽ സഹോദരങ്ങളെ, മരണാനന്തര ജീവിതത്തിൽ അറിവിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ അറിവ് എന്നത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്. ഈ ദീനിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചും ഈ ദീനിനെ കുറിച്ചുമുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. മറ്റെല്ലാം അതിന് താഴെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് എത്ര തന്നെ നല്ല ഭൗതിക വിദ്യാഭ്യാസം കിട്ടാനുള്ള നെട്ടോട്ടത്തിനിടയിലും നമ്മുടെ മക്കൾക്ക് ദീന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങൾ നമ്മളെ കുട്ടികളെ ചേർത്തിയിട്ടുണ്ടോ? നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സഹോദരങ്ങളെ ദീനിന്റെ പഠനത്തിലും ആ ദീനി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും നമ്മളെ കുട്ടികൾക്ക് ആ ഒരു അറിവ് കിട്ടുന്നുണ്ടോ, അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടോ, പ്രായോഗികമായി അത് പ്രയോഗവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കണം. ഈ ദുനിയാവ് എന്നത് വളരെ നശ്വരമാണ്. അല്ലെ? ഇവിടെ ഒരു ജോലി 5 അക്ക ശമ്പളം 6 അക്ക ശമ്പളം
എന്ന പല ലക്ഷ്യങ്ങളും പല കാഴ്ചപ്പാടുകളും, അതൊക്കെ സന്തോഷങ്ങളായി, അതൊക്കെ ജീവിതത്തിന്റെ വലിയ അലങ്കാരങ്ങളായി, വലിയ ലക്ഷ്യങ്ങളായി നമ്മൾ ഈ ഒരു പൊതുസമൂഹം നമുക്ക് നൽകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിനപ്പുറം മരണത്തോടുകൂടി ആരംഭിക്കുന്ന പരലോകമാണ്, ആഖിറത്താണ്, എന്നെന്നും നിലനിൽക്കുന്നതും അതാണ് യഥാർത്ഥ ജീവിതമെന്നും കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാഴ്ചപ്പാടനുസരിച്ച് അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മളിലൂടെ നമ്മുടെ മക്കളും ആ ഒരു നിലപാട് മനസ്സിലാക്കാൻ ഉതകുന്ന രൂപത്തിൽ ജീവിക്കാനും അത് പറയേണ്ടിടത്ത് പറയാനും ചെയ്യേണ്ടിടത്ത് ചെയ്യാനുമുള്ള ഒരു ബോധം കൂടി നമ്മൾ കാണിക്കണം, ആർജവം നമ്മൾ കാണിക്കണമെന്ന് കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രയോഗവൽക്കരിക്കുകയും അത് ദഅവത്ത് നടത്തുകയും അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നേറുന്ന സത്യവിശ്വാസികൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.